ശരീരത്തിൻ്റെ എല്ലാ അവയവങ്ങളിൽ നിന്നും ചേതനയെ പിൻവലിച്ച് മനസ്സിനെയും ബുദ്ധിയെയും ഭ്രൂമധ്യത്തിലേക്ക് ഏകാഗ്രമാക്കും. എൻ്റെ സത്യസ്വരൂപത്തെ ഞാൻ സ്പഷ്ടമായി അനുഭവം ചെയ്യുന്നു. മനോബുദ്ധിയാകുന്ന കണ്ണുകൾ കൊണ്ട് ഞാൻ സ്വയം കാണുകയാണ്. തിളങ്ങുന്ന ഒരു ദിവ്യമായ നക്ഷത്രത്തിന്റെ രൂപത്തിൽ ആത്മാവായ ഞാൻ ഈ ദേഹമാകുന്ന കുടിലിൽ ഭൃഗുടിയാകുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് പ്രകാശിക്കുകയാണ്. ആത്മശക്തിയുടെ അഭാവത്തിൽ ഈ ശരീരത്തിന് യാതൊരു അസ്തിത്വവുമില്ല. ചൈതന്യശക്തി ആത്മാവായ ഞാൻ ഈ ശരീരത്തെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഈ വാസ്തവിക സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് പ്രകാശിക്കുന്ന ജ്യോതിയായ ഞാൻ ആത്മാ ഈ ദേഹമാകുന്ന കുടിലിൽ നിന്നും പുറത്തിറങ്ങി മുകളിലേക്ക് പോവുകയാണ്. പഞ്ചതത്വങ്ങളും കടന്ന് ഞാൻ സൂക്ഷ്മ ലോകത്തിലേക്ക് പോകുന്നു.
ഈ സൂക്ഷ്മലോകത്തിൽ എന്റെ സമീപത്തിലായി സൃഷ്ടിയുടെ അധികാരിയായ സർവശക്തിവാനായ എന്റെ ശിവബാബ ബ്രഹ്മബാബയുടെ പ്രകാശനിർമ്മിതമായ ആകാരി ശരീരത്തിൽ വിരാജിക്കുന്നു. അടുത്തേക്ക് ചെല്ലുവാൻ ബാബ എന്നെ ആഹ്വാനം ചെയ്യുന്നു. ഞാൻ ഒരു പ്രകാശത്തിന്റെ ഫരിസ്ത സ്വരൂപത്തെ ധാരണ ചെയ്ത് ബാബയുടെ അരികിലെത്തുന്നു. ബാബ എന്തോ ആലോചിക്കുന്നത് പോലെ എനിക്ക് തോന്നുന്നു. ബാബയുടെ ദൃഷ്ടി എന്റെ മേൽ പതിക്കുകയാണ്. ബാബയുടെ മനസ്സിൽ എന്ത് സങ്കല്പമാണോ നടന്നുകൊണ്ടിരിക്കുന്നത്, ആ സങ്കല്പങ്ങളെ മനസ്സിലാക്കുവാനുള്ള ദിവ്യദൃഷ്ടി ബാബ എനിക്ക് നൽകുന്നതായി എനിക്ക് അനുഭവപ്പെടുന്നു. ഈ ദിവ്യദൃഷ്ടി ലഭിച്ച മാത്രയിൽ തന്നെ ബാബയുടെ മനസ്സിൽ എന്തു ചിന്തകളാണോ ഉരുത്തിരിയുന്നത്, ആ സങ്കല്പങ്ങളെ ഞാൻ സ്പഷ്ടമായി അനുഭവിക്കുകയാണ്. ബാബ എന്നോട് ഇങ്ങനെ പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. എന്റെ മധുരമായ കുട്ടി, നീ നിന്റെ പ്രിയപ്പെട്ട പിതാവിൽ നിന്നും അകന്നുപോയിരുന്ന കാരണത്താൽ വീട്ടിലേക്ക് മടങ്ങി വരുവാനുള്ള വഴി മറന്നുപോയി. അതുകൊണ്ട്
ഇപ്പോൾ എല്ലാവരും അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുഃഖിതരായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ വഴികാട്ടുക എന്നുള്ളത് നിന്റെ കർത്തവ്യമാണ്. ലോകത്തിലെ അലയുന്ന ആത്മാക്കൾക്ക് സന്ദേശം കൊടുക്കുവാൻ എന്നിൽ നിന്നും അകന്നുപോയ കുട്ടികളെ വീണ്ടും ബാബയുമായി മിലനം ചെയ്യിക്കുവാൻ ബാബ എനിക്ക് ഈ സംഗമയുഗി ബ്രാഹ്മണ ജന്മം നൽകി. അതുകൊണ്ട് ബുദ്ധിയെ ജ്ഞാനത്താൽ നിറച്ച് ബാപ്സമാൻ നിരഹങ്കാരിയായി ഈ ഈശ്വരീയ സേവനത്തിൽ മുഴുകും. ഈ സങ്കല്പങ്ങളോടൊപ്പം തന്നെ ബാബയുടെ സർവശക്തികൾ വരദാനത്തിന്റെ രൂപത്തിൽ ഫരിസ്തയായ എന്നിലേക്ക് പെയ്യുകയാണ്. ബാബ എനിക്ക് വിജയത്തിന്റെ തിലകം നൽകുകയാണ്. മസ്തകത്തിൽ വിജയതിലകം അണിയിച്ചുകൊണ്ട് ബാബയുടെ ആജ്ഞകളെ പൂർത്തീകരിക്കുവാൻ ഞാൻ എന്റെ ബുദ്ധിയാകുന്ന സഞ്ചിയിൽ ജ്ഞാനത്തിന്റെ അവിനാശിയായ ഖജനാവുകൾ നിറയ്ക്കുവാൻ നിരാകാരി ജ്യോതിർബിന്ദു സ്വരൂപത്തിൽ ഇരുന്നു കൊണ്ട് ഞാൻ പരംധാമത്തിൽ
എൻ്റെ നിരാകാരനായ ജ്ഞാനസൂര്യനായ പരംപിതാ പരമാത്മാ ശിവബാബയുടെ അരികിലെത്തുന്നു. എനിക്ക് മുകളിലായി ജ്ഞാനസൂര്യനായ ശിവബാബ നിൽക്കുന്നു. ഭാവിയിൽ നിന്നും വരുന്ന സർവഗുണങ്ങളുടെയും ശക്തികളുടെയും കിരണങ്ങൾ മുഴുവൻ പരന്ധാമത്തിലും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ജ്ഞാനത്തിൻ്റെയും ശക്തികളുടെയും കിരണങ്ങൾ എന്നിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറയ്ക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബുദ്ധിയാകുന്ന സഞ്ചിയിൽ അവിനാശി ജ്ഞാനരത്നങ്ങൾ കൊണ്ട് നിറച്ച ശേഷം ഞാൻ എൻ്റെ ബ്രാഹ്മണ സ്വരൂപത്തിൽ സ്ഥിതി ചെയ്ത് വരദാനി മൂർത്തിയായി എന്നെ സംബന്ധ സമ്പർക്കത്തിൽ വരുന്ന ഓരോ ആത്മാവിനും എന്റെ ചുണ്ടുകളിലൂടെ ജ്ഞാനരത്നങ്ങളുടെ ദാനം ചെയ്ത് അവരുടെ ബുദ്ധിയാകുന്ന സഞ്ചിയിലും അവിനാശി ജ്ഞാനരത്നങ്ങൾ ഇട്ടുകൊടുത്ത് അവരെ പരമാത്മാവുമായി മിലനം ചെയ്യിപ്പിക്കുവാനുള്ള സേവനം ചെയ്യുകയാണ്. ബുദ്ധിയെ ജ്ഞാനത്താൽ നിറച്ച്
അതിനെ തന്റെ ജീവിതത്തിൽ ധാരണ ചെയ്ത് ജ്ഞാനത്തിന്റെ സ്വരൂപമായി അനേക ആത്മാക്കൾക്ക് മംഗളം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്റെ ചുണ്ടുകളിൽ നിന്നും പുറപ്പെടുന്ന വരദാനി വചനങ്ങൾ അനേക ആത്മാക്കൾക്ക് മുക്തിയിലേക്കും ജീവൻ മുക്തിയിലേക്കും പോകുവാനുള്ള വഴി കാണിച്ചു കൊടുക്കുന്നു. ബാബയ്ക്ക് സമാനം നിരഹങ്കാരിയായി എല്ലാ ആത്മാക്കൾക്കും ജ്ഞാനരത്നങ്ങൾ നൽകി അവരുടെ എല്ലാം മംഗളം ചെയ്യുക ഇത് മാത്രമാണ് എന്റെ ഈ ബ്രാഹ്മണ ജീവിതത്തിന്റെ ലക്ഷ്യം. एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। नाम है उनका शिव पिता, सर्व गुणों के वो वरदानी। नाम है उनका शिव पिता, सर्व गुणों के वो वरदानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी।
ज्योति का दिव्य प्रकाश दिखाता है स्वर्णिम संसार। उस ज्योति का दिव्य प्रकाश दिखाता है स्वर्णिम संसार, दिखाता है स्वर्णिम संसार। उनकी यही तो है निशानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। एक झलक जो उनकी पाए, बिन मांगे भाग्य बन जाए। एक झलक जो उनकी पाए, बिन मांगे भाग्य बन जाए, बिन मांगे भाग्य बन जाए। बने स्वर्ग के राजा रानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। ज्ञान रतन भंडार वो खोले, जब जब ब्रह्मा मुख से बोले। ज्ञान रतन भंडार वो खोले, जब जब ब्रह्मा मुख से बोले, जब जब ब्रह्मा मुख से बोले। फिर बदले ये दुनिया पुरानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी। एक ज्योति है बहुत सुहानी, जिनसे शक्ति मिले रूहानी।